ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കല് സെബദി പുത്രന്മാര് അമ്മയും കൂട്ടി വരികയാണ്. അവര് ഈശോയുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ ഈ പുത്രന്മാർ രണ്ടുപേര് ഒരുവനിടത്തും മറ്റവന് വലതുവശത്തും ഇരിക്കുവാനുള്ള കൃപ നൽകണമേ, അനുഗ്രഹം നൽകണമേ. ഈശോ അതിന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. ഇടത്തും വലത്തും ഇരിക്കുവാൻ അനുഗ്രഹം ഈ അമ്മ ചോദിക്കുമ്പോൾ ഈശോ ഈ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവർ മഹത്വം ആഗ്രഹിക്കുമ്പോൾ ഈശോ പാനപാത്രത്തെക്കുറിച്ച് പറയുക. ഈശോ ഉദ്ദേശിക്കുന്ന പാനപാത്രം സഹനത്തിൻ്റെ പാനപാത്രം, അത് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ പറയുക, ഞങ്ങൾക്ക് കഴിയും. ഈശോ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളത് കുടിക്കും. അവർ ആ സഹനത്തിലൂടെ രക്തസാക്ഷിത്തിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. ഇന്ന് ഒരു ചോദ്യം, ഈശോയുടെ അനുഗ്രഹങ്ങളൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ, നീ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഈശോ നിന്നോട് ചോദിക്കുക, പ്രിയ സഹോദര സഹോദരി, മോനെ മോളെ, ഞാൻ കുടിക്കുന്ന പാനപാത്രം ഏറ്റെടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? എൻ്റെ സഹനങ്ങളിൽ പങ്കുചേരാൻ നിനക്ക് സാധിക്കുമോ? സഹോദര സഹോദരി, നീയാണ് ഉത്തരം കൊടുക്കേണ്ടത്. നീ നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഈശോയ്ക്ക് നീ ഉത്തരം നൽകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഈശോ നിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുവാനുള്ള ഒരു ആഗ്രഹം കൂടി ഈ വ്യക്തിക്ക് നൽകണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ